സെൻറ് റീത്താസ് സ്കൂളിലെ പ്രിൻസിപ്പൽ നിരവധി തവണ വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. അവരുടെ വാർത്താ സമ്മേളനം പല കാര്യങ്ങളും അനാവരണം ചെയ്യുകയുണ്ടായി. അഹന്തയും അജ്ഞതയും വെളിപ്പെടുത്തുന്നതായിരുന്നു അവരുടെ പ്രകടനങ്ങൾ. ഇതിൽ സവിശേഷമായ ശ്രദ്ധ അർഹിക്കുന്നത് മലയാള മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും മലയാളത്തിൽ സംസാരിച്ചാൽ മതി. പക്ഷേ അവർ തനിക്ക് ഇംഗ്ലീഷിൽ കഴിവുണ്ടെന്നും പൊങ്ങച്ചത്തിൻ്റെ ഭാഗമായി, അഹന്തയുടെ ഭാഗമായി അവർ ഇംഗ്ലീഷിൽ സംസാരിച്ചു. വലിയ രീതിയിലുള്ള ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ടായി എന്ന് മാത്രമല്ല, അവർക്ക് ഇംഗ്ലീഷിൽ മര്യാദക്ക് സംസാരിക്കാനുള്ള പ്രാവീണ്യമില്ല എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുകയുണ്ടായി. കേവലം വ്യക്തിപരമായ വിമർശനം മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ നിലവാരത്തകർച്ചയും നിലവാരത്തെയും അടയാളപ്പെടുത്തുന്നതാണ്. പിന്നീട് അവർ നന്ദി ആരോട് ചൊല്ലണ്ടു എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ അവർ സ്ക്രിപ്റ്റ് നോക്കി വായിക്കുകയുണ്ടായി. കൃത്രിമമായ ചില ആക്സെൻറ്റുകൾ മോക്ക് ചെയ്തുകൊണ്ട് പ്രകടനം നടത്തി. പക്ഷേ ആ പേപ്പറിൽ നോക്കി വായിച്ചതുപോലും ആ ആശയ പൂർത്തീകരണത്തിന്, അഭിപ്രായ രൂപീകരണത്തിന് സാധ്യമല്ലാത്ത വിധത്തിലുള്ള ഒരു ഇംഗ്ലീഷായിരുന്നു. അവരെ വ്യക്തിപരമായി ആക്ഷേപിക്കാനോ അവരുടെ അറിവ് കുറവിനെയോ പരിഹസിക്കാനോ പറയുന്ന കാര്യമല്ല. ഭാവി തലമുറയെ രൂപപ്പെടുത്തേണ്ട ഇത്തരം ക്ലാസ് മുറികളുടെയും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെയും പൊതുവായ അവസ്ഥയുടെ സൂചകമാണിത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ ഫെസ്റ്റുകളിൽ ജഡ്ജായി പോകുമ്പോൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പലപ്പോഴും അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോഴൊക്കെ അവർ സ്ക്രിപ്റ്റ് നോക്കി വായിക്കുകയാണ്. ഇങ്ങനെ സ്ക്രിപ്റ്റഡായ കാര്യങ്ങൾ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്നത് വലിയ ഒരു പരാജയമാണ്. ഇതിന് ഒരു പരിഹാരം കാണേണ്ടിയിരിക്കുന്നു. ഒരു ഫോറിൻ ഭാഷ സെക്കൻഡ് ലാംഗ്വേജായി പഠിക്കുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധിയും വെല്ലുവിളികളുമാണ് ഇവിടെ അഭിസംബോധന ചെയ്യപ്പെടേണ്ടത്. ഒരു ചെറിയ കമ്മ്യൂണിക്കേഷന് പോലും കഴിയാത്ത വിധം നമ്മൾ ഇങ്ങനെ വീക്കായി പോകുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. പരമ്പരാഗതമായി നമ്മൾ ഭാഷ പഠിക്കുന്ന, ഭാഷയോട് നമ്മൾ സ്വീകരിക്കുന്ന സമീപന രീതി പരിശോധിക്കപ്പെടേണ്ടതാണ്. ഭാഷാ പഠനത്തിലെ പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങൾ ആ സിസ്റ്ററും അതുപോലെയുള്ള ആളുകളും അഭിമുഖീകരിക്കുന്നുണ്ട്. എന്താണ് 2 പ്രശ്നം? അവർക്ക് ഫ്ലുവൻസി ഇല്ല. ഫ്ലുവൻസിയെ ബാധിക്കുന്ന 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ അവരുടെയും അതുപോലെയുള്ള ആളുകളുടെയും സംസാരത്തിൽ നിന്ന് വ്യക്തമാകും. ഭാഷയിൽ ഫ്ലുവൻസി ഉണ്ടാവണമെങ്കിൽ 2 പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. നമ്മൾ ജീവിക്കുകയോ അല്ലെങ്കിൽ വികാരങ്ങൾ പങ്കിടുകയോ ചെയ്യാത്ത മറ്റൊരു ഭാഷയാണ് നമ്മൾ പഠിക്കുന്നത്. ഭാഷാ പഠിതാക്കൾ നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒന്ന്, സംസാരിക്കുമ്പോൾ അവർക്ക് ഹെസിറ്റേഷൻ ഉണ്ടാകുന്നു. പെട്ടെന്ന് തെറ്റിപ്പോകുമോ എന്ന ഭയത്താൽ അവർ പെട്ടെന്ന് സ്പീഡിൽ സംസാരിക്കുന്നു. രണ്ടാമത്, അവർ സംസാരിക്കുമ്പോൾ എന്താണോ ഉദ്ദേശിച്ചത് ആ ആശയങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ അവർ സ്റ്റക്കാകുന്നു. ഈ ഹെസിറ്റേഷനും അതുപോലെ ഭാഷ പറയുമ്പോഴുള്ള സ്റ്റക്കാവുന്ന അവസ്ഥയും പരിഹരിക്കപ്പെടേണ്ടതാണ്. അത് പരിഹരിക്കാൻ ഭാഷയെ പ്രായോഗികമായ ജീവിതത്തിലേക്ക്, നമ്മുടെ നിത്യജീവിതത്തിലേക്ക് ഭാഷയെ കൊണ്ടുവരുമ്പോൾ മാത്രമേ സ്വാഭാവികമായി, ജൈവികമായി, ആർട്ടിക്കുലേറ്റഡായി നമുക്ക് ആ ഭാഷയിൽ സംസാരിക്കാൻ കഴിയുക. സ്കൂളുകളുടെ പൊതുവായി പഠന നിലവാരത്തെ അടയാളപ്പെടുത്തുന്ന മോണിറ്ററിംഗ് സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഓരോ സ്കൂളുകളുടെയും റാങ്കിങ്ങും അവരുടെ നിലവാരവും അവരുടെ ഗ്രേഡും പെർഫോമൻസും വിദ്യാഭ്യാസ വകുപ്പ് ഓരോ വർഷവും പുറത്തിറക്കാറുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ ഉപകരിക്കുന്ന കാര്യമാണ്. പ്രധാനമായും ടെക്സ്റ്റ് ബുക്കുകളെ ആശ്രയിച്ചുകൊണ്ട് പഠിക്കുന്ന ഭാഷാ പഠനം നിത്യജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. ഇപ്പോഴും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മെത്തേഡാണ് ഭാഷാ പഠനത്തിന് ഉപയോഗിക്കുന്നത്. ചാലഞ്ച് നിറഞ്ഞ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ ഇംഗ്ലീഷ് ഭാഷ വളരെ പരമപ്രധാനമായ ഒരു ടൂളാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അറിവിൻ്റെയും ബഹുസ്വരതയുടെയും ജനാധിപത്യത്തിൻ്റെയും ഭരണഘടനാ മൂല്യങ്ങളുടെയും യഥാർത്ഥ വിളനിലമായി മാറട്ടെ. സങ്കുചിതമായ ഇടുങ്ങിയ കേന്ദ്രങ്ങളായി മാറാതിരിക്കട്ടെ. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.